ടി പി ജയേന്ദ്രൻ മാസ്റ്റർ അങ്ങ് പറഞ്ഞു വന്നത് തുടരൂ. അല്ല കൃഷ്ണരാജ്, ഞാൻ പറയുന്നത്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സെബാസ്റ്റ്യൻ പോൾ സാർ. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആ അർത്ഥത്തിൽ വിശകലനം ചെയ്യാത്ത വ്യക്തിയുമാണ്. പലപ്പോഴും മാനവികതയ്ക്കും സ്വകാര്യതയ്ക്കും വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനും ഒപ്പം നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പരാമർശം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. സർ, ഇത് കേവലം ഒരു ടെലിഫോൺ നമ്പറിന്റെ മോഷണമല്ല. വളരെ കൃത്യമായി സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. വളരെ ഗൗരവതരമായ കുറ്റകൃത്യമാണ് ഭരണകൂടം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് വ്യക്തി വിവരങ്ങൾ ലഭ്യമായത്? ഇതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടോ? അങ്ങനെ മോഷണം നടത്തി കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറുണ്ടോ? സർക്കാരിന് പിഴയോ നഷ്ടപരിഹാരമോ ലഭിക്കാൻ ഗൗരവമുള്ള ഗൗരവതരമായ ഒരു കുറ്റകൃത്യമാണിത്. ആർട്ടിക്കിൾ 21 ലംഘനമാണ്. DPDPയുടെ വളരെ പച്ചയായ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി രംഗത്തുള്ളവർ ചോദിക്കുന്നു. കേവലം ഒരു ടെലിഫോൺ നമ്പർ അല്ല സർ സ്പാർക്കിൽ സർക്കാർ സംവിധാനത്തിൽ ഉള്ളത്. സർക്കാരും ജീവനക്കാരും തമ്മിൽ, അല്ലെങ്കിൽ സ്പാർക്ക് അധികാരികളും തമ്മിൽ ഒരു കരാറുണ്ട്. ശമ്പളം, അതിന്റെ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ, പേറോൾ ആൻഡ് സർവീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. മറ്റു തരത്തിൽ കൈമാറാൻ പാടില്ല എന്ന് ജീവനക്കാരും ഈ ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള കരാറുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് സംശയിക്കുന്നത്? വ്യക്തിയുടെ ആധാർ സംബന്ധമായ വിവരങ്ങൾ, വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വ്യക്തിയുടെ ടെലിഫോൺ നമ്പറുകൾ, മെഡിസിപ്പ് വഴി കേരളത്തിലെ 5.5 ലക്ഷത്തോളം ജീവനക്കാരുടെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ, രോഗം സംബന്ധിച്ച വിവരങ്ങൾ. തീർന്നില്ല, 5 ലക്ഷത്തോളം ജീവനക്കാരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട, അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതൊക്കെ സ്പാർക്കിലുണ്ട്. ഇത് കേവലം ഒരു തരത്തിലുള്ള ടെലിഫോണിന്റെ മോഷണം മാത്രമല്ല, സർക്കാർ സംഘടിതമായ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യക്തിഗതവും ജീവനക്കാരുടെയും വിവരങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് കാണേണ്ട ഗൗരവതരമായ വിഷയം. കേവലം മോഷണമല്ല, അധികാര ദുർവിനിയോഗമില്ലേ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചിട്ടില്ലേ? ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് DA തന്നിരിക്കുന്നു, അതിന് പകരമായി നിങ്ങൾ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള പരോക്ഷമായ സമ്മർദ്ദവും കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ലേ? ഡാറ്റാ സംരക്ഷണം ഒരു വ്യക്തിയുടെ അവകാശമല്ലേ പോൾ സാറേ? സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇത് വഴി തുറക്കില്ലേ? സൈബർ കുറ്റകൃത്യങ്ങൾക്ക് പോലും ഇത് ഇരയാകേണ്ടി വരില്ലേ നാളത്തെ ജീവനക്കാർ? വ്യക്തി വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്ക് ഇത് ചോർന്നു കിട്ടിയിട്ടുണ്ടോ? ഒരു 5.5 ലക്ഷത്തോളം ജീവനക്കാരുടെ ആരോഗ്യ രഹസ്യങ്ങൾ, അത് ബ്ലാക്ക് സ്റ്റോൺ ബോൾ. നിങ്ങൾ അറിയണം, കേരളത്തിൽ സമീപകാലത്ത് അന്താരാഷ്ട്ര വൈദ്യശാസ്ത്രത്തിൽ മുടക്കാൻ വേണ്ടി തയ്യാറായത് 4000 കോടിയിലധികം രൂപയാണ്. നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ അവർ വിലക്കെടുത്തിരിക്കുന്നു. എന്ത് കണ്ടിട്ടായിരിക്കും ഇവർ ഇത്തരത്തിൽ മുടക്കിയിരിക്കുന്നത്? ഈ വിവരങ്ങൾ, പഴയ സ്പ്രിംഗ്ലറിന്റെ അനുഭവം വെച്ച് ജീവനക്കാരുടെ വിവരങ്ങൾ മോഷ്ടിച്ച് വിറ്റിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അത്തരം വിവരങ്ങൾ നാളെ ദുരുപയോഗം ചെയ്യാൻ കൊടുത്തിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? എന്റെ അറിവിൽ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് കോടതി ഡാറ്റാ മോഷണം നടന്നിട്ടുണ്ട്, US കമ്പനിക്ക് വിറ്റിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഇത് കേവലം ഒരു നിസ്സാരമായ ഫോൺ നമ്പറായി ചുരുക്കി കാണിക്കുന്നത് പരോക്ഷമായ രാഷ്ട്രീയപരമായ പ്രതിബദ്ധതയുടെ തെളിയിപ്പായിട്ട് നമ്മൾ പോൾ സാറിനെ പോലെയുള്ള ഒരാള് ആ അർത്ഥത്തിൽ ന്യായീകരിക്കുന്നതിന് അത്ഭുതപ്പെടുത്തുകയാണ്. വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഇങ്ങനെ സർക്കാരിന് മോഷ്ടിക്കാൻ, CM ഓഫീസിന് ലഭിക്കാൻ അവകാശമുണ്ടോ? അത് ധാർമ്മികമാണോ എന്നാണ് സർ കോടതി ചോദിച്ചിരിക്കുന്നത്. അത് വളരെ ഗൗരവതരമാണ്. വ്യക്തിയുടെ സ്വകാര്യ അവകാശത്തിന് നേരെയുള്ള നഗ്നമായ ഭരണകൂടത്തിന്റെ കടന്നുകയറ്റമാണ്, അധികാര ദുർവിനിയോഗമാണ്. മാത്രമല്ല, നാളത്തെ അവന്റെ സ്വകാര്യ ജീവിതത്തിന് പോലും സൈബർ കുറ്റവാളികൾക്കും സാമ്പത്തിക കുറ്റവാളികൾക്കും ഒക്കെ അവന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, അവന്റെ ആരോഗ്യ വിവരങ്ങൾ, അവന്റെ കുടുംബപരമായ വിവരങ്ങൾ ഈ മോഷണത്തിലൂടെ ഇത് ലഭിക്കുന്നവർക്ക് ഏതൊക്കെ അറ്റം വരെ കേരളത്തിലെ 5.5 ലക്ഷത്തോളം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ലേ? വളരെ വ്യക്തമായ അധികാര ദുർവിനിയോഗമാണ്, അധികാരത്തിന്റെ അഹങ്കാരമാണ്. ഇതിനെ ഒരുപക്ഷെ ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചതിന് നമുക്ക് കൊടുക്കേണ്ട ഉത്തരം എന്നാണ് എനിക്ക് പറയാനുള്ളത്.